നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ഭാഗമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് MSN മെറ്റീരിയൽ സയൻസ് എന്നുള്ള ഒരു ടോപ്പിക് ഡീൽ ചെയ്യുന്ന ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഭാഗമായി നമുക്കിന്ന് പ്ലാസ്റ്റിക്സിനെ കുറിച്ചൊന്ന് പഠിക്കണം. എന്താണ് പ്ലാസ്റ്റിക് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നതിന് മുന്നേ, ഈ പ്ലാസ്റ്റിക് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മൾ സ്റ്റീൽസ് ഉപയോഗിക്കുന്ന പോലെ, മറ്റ് മെറ്റൽസ് ഉപയോഗിക്കുന്ന പോലെ ഈ പ്ലാസ്റ്റിക്കും നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ എന്താണ് പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എ സിന്തറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം നാച്ചുറൽ മെറ്റീരിയൽ അല്ല എന്നുള്ളതാണ്. നാച്ചുറൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ പ്രപഞ്ചത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ നിർമ്മിച്ചതല്ല. ഈ പ്രകൃതി നമുക്ക് തരുന്ന വസ്തുക്കൾ നമുക്ക് നാച്ചുറൽ മെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ മെറ്റീരിയൽ എന്ന് പറയാം. സോ സിന്തറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രകൃതി അല്ലാതെ നമ്മൾ നിർമ്മിച്ച വസ്തുക്കളാണ്. ഓക്കെ, ആർട്ടിഫിഷ്യലി നമ്മൾ നിർമ്മിച്ചെടുത്ത വസ്തുക്കളെ നമുക്ക് സിന്തറ്റിക് മെറ്റീരിയൽ എന്ന് പറയും. അപ്പോൾ പ്ലാസ്റ്റിക്സ് എന്നുള്ള മെറ്റീരിയലിൻ്റെ പ്രത്യേകത, അതൊരിക്കലും നമ്മുടെ ഭൂമിയിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു വസ്തുവല്ല, അത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു വസ്തുവാണ്. ഓക്കെ, പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗങ്ങളുണ്ട്, അതേപോലെ ദോഷങ്ങളുണ്ട്. പ്ലാസ്റ്റിക് മൂലം നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഒരുപാട് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷനോ അല്ലെങ്കിൽ ബാഡ് എൻവിറോൺമെൻറ്റൽ എഫക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വസ്തു തന്നെയാണ്. പക്ഷേ ആ പ്ലാസ്റ്റിക്കിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശമാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അത് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ പ്ലാസ്റ്റിക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. ഈ പ്ലാസ്റ്റിക് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ പോയിൻ്റ് സിന്തറ്റിക് മെറ്റീരിയലാണ്. എവിടെ നിന്ന് നിർമ്മിക്കുന്നത്? മെയ്ഡ് ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിക് പോളിമേഴ്സിൽ നിന്നാണ് നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു സംശയം ഉണ്ടാകും, എന്താണ് പോളിമറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചധികം ഇൻഡെപ്തായിട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് കെമിസ്ട്രി എന്നുള്ളൊരു സബ്ജക്റ്റ് അല്ല, നമ്മൾ മെറ്റീരിയൽ സയൻസ് ആണ്. നമുക്ക് മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ തരം മെറ്റീരിയൽസൊക്കെ ഉണ്ട് എന്നുള്ള രൂപത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ മതി നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി ക്ലാസ്സുകളെ പോലെ ഇൻഡെപ്തായിട്ട് ഇറങ്ങി പോകുന്നില്ല. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ഒന്നാമത്തെ സെമിസ്റ്ററുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ +2 പഠിച്ച ആൾക്കാരാണ് +2കളിലും 10ാം ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത മനസ്സിലാക്കിയ കാര്യമാണ്. ആറ്റംസ്, മോളിക്യൂൾസ്, പോളിമേഴ്സ്, അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ. സോ ഈ പോളിമർ എന്ന് പറഞ്ഞാൽ അത് മോളിക്യൂൾസാണ്, ഒരു വസ്തുവാണ്. ആ വസ്തുവിൻ്റെ പ്രത്യേകത ചെറിയ മോളിക്യൂൾസാണ്. ആ മോളിക്യൂൾസ് കൂടിച്ചേർന്നതാണ് എന്ത്? പോളിമേഴ്സ്. ഈ പോളിമേഴ്സ് ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്, ഓർഗാനിക് വസ്തുവാണ്. സോ ഇത്തരം ഓർഗാനിക് പോളിമേഴ്സിൽ നിന്നാണ് നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പോളി എത്തലീൻ എന്നുള്ളതൊരു പ്ലാസ്റ്റിക്കാണ്. അതുപോലെ PVC, നൈലോണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വലകളൊക്കെ തുന്നിയെടുക്കാൻ നൈലോൺ ഉപയോഗിക്കാറുണ്ട്. PVC പൈപ്പുകൾ നിർമ്മിക്കാൻ PVC എന്നുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇതൊക്കെ പ്ലാസ്റ്റിക്കിൽ ഉൾപ്പെട്ടതാണ്. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത നമുക്ക് പല ഷേപ്പിലേക്ക് മാറ്റാം. പലതരത്തിൽ ഉറപ്പുള്ള ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് മൂവ് ചെയ്യാനുള്ളത്, വി ഹാവ് ടു മൂവ് ഇൻ ടു അനദർ ടോപ്പിക്, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക്സ്. വാട്ട് ആർ ദ ബേസിക് ഓർ വാട്ട് ആർ ദ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക്സ്? ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്ലാസ്റ്റിക്കിനെ ക്ലാസിഫൈ ചെയ്യാം? അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ഈ തെർമോപ്ലാസ്റ്റിക്സിൻ്റെ പ്രത്യേകത, ഇപ്പോൾ തെർമോപ്ലാസ്റ്റിക്സ് നമ്മളെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കാം. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിനെ ചൂടാക്കാം. ഓക്കെ, ചൂടാക്കിയതിന് ശേഷം നമുക്കത് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റി, അത് നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് അതിനെ സോളിഡിഫിക്കേഷൻ നടത്താം, മോൾഡിങ് നടത്താം. അത്തരം പ്ലാസ്റ്റിക്കുകളെ തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയാം. ഇനി ഈ എല്ലാം നമ്മൾ ഏതെങ്കിലും ഷേപ്പിലേക്ക്, ഇപ്പോൾ പ്ലാസ്റ്റിക്കിനൊക്കെ ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ചൂടാക്കും, ലിക്വിഡ് ഫോമിലാക്കി മാറ്റി തിരിച്ച് തണുപ്പിക്കും. അങ്ങനെ തന്നെ വസ്തുക്കൾ നിർമ്മിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, തെർമോപ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത, വീണ്ടും ഇതേ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ കഴിയും. വീണ്ടും ആ വസ്തുവിനെ ചൂടാക്കി വേറെ ഷേപ്പിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണഗതിയിൽ കേട്ടിട്ടുണ്ടാകും റീസൈക്കിൾ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ടാകും. ഈ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത റീസൈക്കബിളായിട്ടുള്ള പ്ലാസ്റ്റിക്കാണിത്. വീണ്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരം പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ഇപ്പോൾ എന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PVC അതൊരു തെർമോപ്ലാസ്റ്റിക്കാണ്. പോളി എത്തിലീൻ അത് തെർമോപ്ലാസ്റ്റിക്കാണ്. പോളിവിനൈൽ അസറ്റേറ്റ് അതൊരു തെർമോപ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം, വി ക്യാൻ റീസൈക്കിൾ ഇറ്റ്. നമുക്ക് വീണ്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് തെർമോപ്ലാസ്റ്റിക്കിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്.
രണ്ടാമത്തെ തരം പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റ് ഓർ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇവിടെ നിങ്ങൾ ആ പേരിലേക്ക് തന്നെ ഒന്ന് നോക്കുക. തെർമോസെറ്റ് അല്ലെങ്കിൽ തെർമോസെറ്റിംഗ്, സെറ്റായതാണ്. അത് ആ പ്ലാസ്റ്റിക് സെറ്റായിട്ടുള്ള പ്ലാസ്റ്റിക്കാണെന്ന് വിചാരിക്കാം. എക്സാമിന് നിങ്ങളതിനെ എഴുതി വെക്കരുത്, നിങ്ങളുടെ മൈൻഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറയാണ്. ഇവിടെ തെർമോസെറ്റിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക് എടുത്തു, അതിനെ ചൂടാക്കി അത് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റി തിരിച്ചതിനെ സോളിഡിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഏതെങ്കിലും ഷേപ്പിൽ നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുക്കളുടെ ഷേപ്പിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ തെർമോസെറ്റിങ്ങിൻ്റെ പ്രത്യേകത, തെർമോ പ്ലാസ്റ്റിക് ആണെങ്കിൽ, മുകളിലത്തെ തെർമോ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അതിനെ റീസൈക്കിൾ ചെയ്യാം. പക്ഷേ തെർമോസെറ്റിങ്ങിൻ്റെ പ്രത്യേകത, ഒരു വട്ടം നമ്മളൊരു ഷേപ്പിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ നോട്ട് റീസൈക്കിൾ ഇറ്റ് അഗെയിൻ. നമുക്ക് വീണ്ടും ഇതിനെ റീസൈക്കിൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനൊരു പ്രത്യേകതയാണ് തെർമോസെറ്റ് ഓർ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നുള്ള ഈ വസ്തുവിനുള്ളത്. ഇനി ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ. ഉയർന്ന താപനിലകളെ തടുക്കാൻ, റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ ആർക്കുണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനുണ്ട്. ഓക്കെ, ഞാൻ പ്രത്യേകം പറഞ്ഞു, ഇത് thermosetting plastics are polymers which are capable to resist high temperature. Once thermosets get hardened, they will not be remolded or reshaped. So these are not able to recycle. നമുക്കൊരു കാരണവശാലും ഇത് റീസൈക്കിൾ ചെയ്യാൻ കഴിയില്ല. നമുക്കിതിനെ ഹാർഡൻ ചെയ്യാം, ഇതിൻ്റെ ഉറപ്പ്, കാഠിന്യം നമുക്ക് വർദ്ധിക്കാൻ സാധിക്കും, ഹാർഡ്നെസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും, ഹൈ ടെമ്പറേച്ചറൊക്കെ മൂക്കയാൾ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ എന്താ പ്രത്യേകത, വീണ്ടും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റീഷേപ്പ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക എന്നുള്ള ആ ഒരു ബേസിക് പ്രോസസ്സ് നമ്മളെ കൊണ്ട് സാധ്യമല്ല ഈ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നുള്ള സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പ്ലാസ്റ്റിക് ഒന്ന് ആലോചിച്ചു, ഇലാസ്റ്റോമേഴ്സ്. ആ പേരിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റി. എന്താ ഇലാസ്റ്റിസിറ്റി? നമുക്കറിയാം, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിലേക്ക് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന് ഡീഫോർമേഷൻ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു വസ്തു എടുത്തു, ആ വസ്തുവിലേക്ക് ഒരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യാണ്, സ്വാഭാവികമായിട്ടും ആ വസ്തുവിൻ്റെ ലെങ്ത് വർദ്ധിക്കും. ഇനി ആ ടെൻസൈൽ ലോഡ് നമ്മൾ എടുത്തുകൊണ്ട് ഒഴിവാക്കി എന്ന് വിചാരിച്ചു, അപ്പോൾ എന്താ സംഭവിക്കുക, അത് തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ വന്ന് നിൽക്കും. നമ്മൾ റബ്ബർ കണ്ടിട്ടുണ്ടാകും, റബ്ബർ ബാൻഡ് എടുത്ത് വിചാരിച്ചു, ആ റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ചാൽ അതിൻ്റെ ലെങ്ത് വർദ്ധിക്കാറുണ്ട്. നമ്മൾ ആ പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് എങ്ങാനോ അല്ലെങ്കിൽ ആ ലോഡ് എങ്ങാനോ റിമൂവ് ചെയ്താലോ അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് തന്നെ അത് തിരിച്ചു വരും. അത് നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. അപ്പോൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ ആ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത ഇലാസ്റ്റിക് നേച്ചർ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇലാസ്റ്റിക് നേച്ചറുള്ള അത്തരം പ്ലാസ്റ്റിക്കിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റോമേഴ്സ്. ഈ ഇലാസ്റ്റോമേഴ്സ് പ്രത്യേകത ഞാൻ പറഞ്ഞു, എന്താ, എ സിന്തറ്റിക് പോളിമർ വിച്ച് ഈസ് ഹാവിങ് ആൻ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കോൾഡ് ആസ് ദ ഇലാസ്റ്റോമർ. ഇതിൻ്റെ ബേസിക് എക്സാമ്പിൾ ഒന്ന് നാച്ചുറൽ റബ്ബർ, സിന്തറ്റിക് പോളി ഐസോപ്രീൻ, അതേപോലെ തന്നെ പോളി ബ്യൂട്ടാഡൈൻ, ഇതൊക്കെ സിന്തറ്റിക് റബ്ബർ, ഇതൊക്കെ ഇലാസ്റ്റോമേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നാച്ചുറൽ റബ്ബർ ഇലാസ്റ്റോമേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന റബ്ബർ ഒരു പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പേര് ഇലാസ്റ്റോമേഴ്സ് എന്നാണ്. ഈ ഇലാസ്റ്റോമേഴ്സ് നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ മെഷീൻ വേൾഡിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം. നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബെൽറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. സോ ഈ ബെൽറ്റുകളൊക്കെ നിർമ്മിക്കാൻ ഇലാസ്റ്റോമേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ക്ലച്ച് പെഡൽ, ബ്രേക്ക് പെഡൽ, ഇതൊക്കെ നിർമ്മിക്കാൻ നമുക്ക് ഇലാസ്റ്റോമേഴ്സ് എന്നുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സഹായം തേടാൻ കഴിയും. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ്. പ്ലാസ്റ്റിക് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതൊരു സിന്തറ്റിക് മെറ്റീരിയലാണ്. എവിടെ നിന്നാണ് നിർമ്മിക്കുന്നത്? ഓർഗാനിക് പോളിമറിൽ നിന്നാണ് പ്ലാസ്റ്റിക് നമ്മൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളി എത്തിലീൻ, PVC, നൈലോൺ, എക്സെട്ര, ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിളാണ്. ഇനി പ്ലാസ്റ്റിക്കിനെ തരംതിരിക്കുകയാണെങ്കിൽ, ഒന്ന് തെർമോപ്ലാസ്റ്റിക് അല്ലേ. തെർമോപ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത, നമുക്കതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ പറ്റും. വീണ്ടും എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ റീസൈക്കബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഒരു പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക് എന്നുള്ളത്. ഇനി തെർമോസെറ്റിംഗ് അല്ലെങ്കിൽ തെർമോസെറ്റ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് സെറ്റാണ്. ഒരു വട്ടം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനെ റീമോൾഡ് ചെയ്യാനോ റീഷേപ്പ് ചെയ്യാനോ സാധ്യമല്ലാത്ത വസ്തുവാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പോൾ നമുക്ക് ചുരുക്കി അങ്ങനെ പറയാം, ദിസ് കനോട്ട് ബി റീസൈക്കിൾഡ്. വീണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത ഒരു വസ്തുവാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇറ്റ് റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ. ഉയർന്ന താപനിലകളെ തടയുന്ന ഒരു വസ്തു കൂടെയാണ്
തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇനി ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റോമേഴ്സ് ഈസ് നത്തിങ് ബട്ട് ഈസ് ഓൾസോ എ പ്ലാസ്റ്റിക് ബട്ട് വിച്ച് പോസസ് ഇലാസ്റ്റിക് നാച്ചർ അല്ലേ. ഇലാസ്റ്റിസിറ്റി എന്നുള്ള ആ ഒരു സ്വഭാവം, ആ നാച്ചർ ഉൾക്കൊള്ളുന്ന കൊണ്ട് നടക്കുന്ന പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയാം. ഇതെവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം? ബെൽറ്റുകളിൽ ഉപയോഗിക്കാം, ക്ലച്ച് പെഡലുകൾ ഉപയോഗിക്കാം, അതേപോലെ ബ്രേക്ക് പെഡലൊക്കെ നിർമ്മിക്കാൻ ഇത്തരം വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഫൈബർ ഗ്ലാസ്. നമുക്ക് ഈ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം. ബാക്കി ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഫൈബർ ഗ്ലാസ് പറഞ്ഞാൽ എ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, പക്ഷേ അത് റീഇൻഫോഴ്സ്ഡ് ആണ്. റീഇൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്? കമ്പോസ്ഡ് ഓഫ് ഗ്ലാസ് ഫൈബർ, ഗ്ലാസിൻ്റെ നാരുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ നാര് ഈ പ്ലാസ്റ്റിക്കിലേക്ക് കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ സഹായം കൂടെ വേണം. അതാണ് റെസിൻ മെട്രിക്സ്. ഈ റെസിൻ എന്ന് പറഞ്ഞാൽ അത് വിസ്കസ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. വിസ്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ പറഞ്ഞുതരാം? ഉദാഹരണത്തിന് നമ്മളൊരു വെള്ളം എടുത്തു, തേനെടുത്തു, നമ്മളതിനെ ഒഴുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം തേന് പതുക്കെ ഒഴുകുള്ളൂ, വെള്ളം പെട്ടെന്ന് ഒഴുകി പോകും. അതിന് കാരണം തേന് വിസ്കസ് ആയിട്ടുള്ള ഒന്നുകൂടെ കുഴഞ്ഞു മറിഞ്ഞ കുറച്ച് കട്ടി കൂടിയ അത്തരം ഫ്ലൂയിഡ്സിന് നമുക്ക് വിസ്കസ് ഫ്ലൂയിഡ് എന്ന് പറയാം. അപ്പോൾ അതേപോലത്തെ ഒരു വിസ്കസ് ഫ്ലൂയിഡാണ് ആക്ച്വലി റെസിൻ എന്നുള്ളത്. പക്ഷേ എല്ലാ വിസ്കസ് ഫ്ലൂയിഡും റെസിൻ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ റെസിൻ എന്നതിൻ്റെ പ്രത്യേകത, റെസിൻ നമുക്ക് വിച്ച് ക്യാൻ കൺവേർട്ടബിൾ ഇൻ ടു പോളിമറാക്കി മാറ്റാൻ കഴിയുന്ന വിസ്കസ് ഫ്ലൂയിഡാണ് യഥാർത്ഥത്തിൽ റെസിൻ. പക്ഷേ ഈ റെസിൻ എന്നുള്ളതിൻ്റെ ഒരു ആക്ച്വൽ ഡെഫിനിഷൻ അല്ല ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റ് അല്ല പഠിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്കോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സിലേക്കോ ഞാൻ നീങ്ങുന്നില്ല. എന്നിരുന്നാലും ഈ റെസിൻ എന്താണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞത് മാത്രം. സോ നമ്മൾ സംസാരിക്കുന്നത് ഫൈബർ ഗ്ലാസിനെ കുറിച്ചാണ്. സോ ഫൈബർ ഗ്ലാസ് എന്നുള്ളത് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ആ പ്ലാസ്റ്റിക്കിലേക്ക് നമുക്ക് ഗ്ലാസ് ഫൈബർ ആഡ് ചെയ്യാണ്. ആരുടെ സഹായത്തോട് കൂടിയിട്ട്? റെസിൻ മെട്രിക്സിൻ്റെ സഹായത്തോടു കൂടി വിസ്കസ് ആയിട്ടുള്ള പോളിമേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അത്തരം ദ്രാവകങ്ങളുടെ സഹായത്തോടു കൂടി ഗ്ലാസ് ഫൈബറിനെ പ്ലാസ്റ്റിക്കുമായിട്ട് കൂട്ടിച്ചേർത്താൽ നമുക്ക് കിട്ടുന്ന വസ്തുവാണ് യഥാർത്ഥത്തിൽ ഫൈബർ ഗ്ലാസ്. ഈ ഫൈബർ ഗ്ലാസ് 3-4 തരമുണ്ട്. ഒന്ന് ഇ ഗ്ലാസ്, അതൊരു ഫൈബർ ഗ്ലാസ്സാണ്. അതേപോലെ തന്നെ എ ഗ്ലാസ്, അതൊരു ഫൈബർ ഗ്ലാസ്സാണ്. ECR ഗ്ലാസ്, അതൊരു ഫൈബർ ഗ്ലാസ്സാണ്. അതേപോലെ തന്നെ സി ഗ്ലാസ്, അതും ഒരു ഫൈബർ ഗ്ലാസ്സാണ്. പിന്നെ ഡി ഗ്ലാസ്, എസ് ഗ്ലാസ്, ആർ ഗ്ലാസ്. അപ്പോൾ ഇവിടെ ഇ ഗ്ലാസ്, എ ഗ്ലാസ്, ECR ഗ്ലാസ്, അതേപോലെ തന്നെ സി ഗ്ലാസ്, ഡി ഗ്ലാസ്, ആർ ഗ്ലാസ്, എസ് ഗ്ലാസ്. ഇത്തരം 7 തരം ഫൈബർ ഗ്ലാസ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബേസിക്കലി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെയുള്ള മെറ്റീരിയലിൻ്റെ പേരുകൾ വായിച്ചാൽ മനസ്സിലാവും. അത് നമുക്ക് ഇത്തരം ഗ്ലാസ്സുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. ഓക്കെ, അപ്പോൾ അത്തരം ഈ ഫൈബർ ഗ്ലാസ്സൊക്കെ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കും. നമുക്കതൊക്കെ വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഏതൊക്കെയായിരുന്നു? ഒന്ന് പ്ലാസ്റ്റിക്കിനെ കുറിച്ചായിരുന്നു, പിന്നെ സംസാരിച്ചത് ഫൈബർ ഗ്ലാസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഫക്റ്റീവായിട്ടൊന്ന് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.